കേരളീയ ചുവർചിത്രങ്ങളിലെ നിറങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് വീണ്ടും നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് പേര് പലതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് അക്രിലിക് നിറങ്ങളെ കുറിച്ചിട്ട് ഒന്നുകൂടി വളരെ വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമുക്കിന്ന് ചെയ്യാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടും. അപ്പോൾ അത് ചെയ്യാനുള്ളവർ ഇനി ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ചുവർ ചിത്രങ്ങളെ സംബന്ധിച്ച് പഞ്ചവർണ്ണങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ചുവർ ചിത്രങ്ങൾ, കേരളീയ ചുവർ ചിത്രങ്ങൾ. അതായത് പഞ്ചവർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മഞ്ഞ, ചുവപ്പ്, അതായത് കാവിമഞ്ഞ, കാവിച്ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മളിത് നാച്ചുറൽ കളേഴ്സ്, പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് അക്രിലിക് അല്ലെങ്കിൽ വാട്ടർ കളറാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് വാട്ടർ കളറിൻ്റെ മിക്സ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സംശയങ്ങൾ വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ട് അക്രിലിക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ചെയ്ത് കാണിക്കണമെന്ന് പല ക്വറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നമുക്ക് അക്രിലിക്കിൽ എങ്ങനെയാണ് ഒരു ഷെയ്ഡിങ്, ഒരു ചെറിയൊരു ആഭരണം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്കൊന്ന് അക്രിലിക്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അക്രിലിക്കും വാട്ടർ കളറും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, അക്രിലിക് എപ്പോഴും ഒപ്പേക്കാണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രതലം, അതായത് കടലാസ് ആണെങ്കിൽ കടലാസ്, നമ്മൾ അക്രിലിക് ചെയ്യുമ്പോൾ ക്യാൻവാസിലായിരിക്കും ക്യാൻവാസ്. അപ്പോൾ ഈ ക്യാൻവാസ് കാണില്ല നമ്മൾ അക്രിലിക്കിൽ നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോൾ. അതിനൊരു പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, അതിനൊരിക്കലും ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. പക്ഷേ അക്രിലിക് വേണമെങ്കിൽ നമുക്ക് വാട്ടർ കളർ സ്റ്റൈലിൽ ട്രാൻസ്പെറൻസിയോട് കൂടി വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷെ സാധാരണ അക്രിലിക്കിൽ ചെയ്യുന്നവർ ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാതെ ഒപ്പേക്ക് സ്റ്റൈലിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കളറിൽ ചെയ്യുമ്പോഴും അക്രിലിക്കിൽ ചെയ്യുമ്പോഴും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിറങ്ങൾ ഏതാണ്ട് പേരുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നല്ലാതെ നിറങ്ങൾ ഏതാണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ 5 വർണ്ണങ്ങളിൽ തന്നെയാണ് ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് അക്രിലിക്കിൽ ഒരു വർക്ക്, ഒരു ചെറിയ വർക്ക് നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. നിറങ്ങളെ കുറിച്ചിട്ടുള്ള എപ്പിസോഡുകൾ കുറച്ചുകൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് വേറൊന്നുമില്ല. പല ടൈപ്പിൽ പല മീഡിയംസ്, അതായത് ഇപ്പോൾ അക്രിലിക് ഉണ്ട്, വാട്ടർ കളർ ഉണ്ട്. അപ്പോൾ പലരും ചോദിച്ചു വാട്ടർ കളറിലാണ് ഇതുവരെ ചെയ്ത വർക്കുകളൊക്കെ, അപ്പോൾ അക്രിലിക്കിൽ ഒരു വർക്ക് ചെയ്തൊരു ഡെമോ കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിന്ന് ഈ ഡെമോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ അക്രിലിക് കളേഴ്സ് സാധാരണ രീതിയിൽ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന അക്രിലിക് നിറങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കളേഴ്സ് ആദ്യം ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഇത് സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞ കളറാണ്. റെഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണിത്, സ്കാർലറ്റ് ലേക്ക്. പിന്നെ പെർമനൻറ്റ് യെല്ലോ ആണിത്. പെർമനൻറ്റ് യെല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മ്യൂറലിൽ ഒരുപാട് വരുന്നൊരു കളറാണ്. പിന്നെ യെല്ലോ ഓക്കർ ഉണ്ട്. യെല്ലോ ഓക്കർ സാധാരണ ചിലർ യെല്ലോ ഓക്കർ ചേർക്കില്ല, പക്ഷേ ഞാൻ ചിലപ്പോൾ കുറച്ച് യെല്ലോ ഓക്കർ ചേർക്കാറുണ്ട് വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ യെല്ലോ ഓക്കർ ഏതായാലും എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റാണ്, ടൈറ്റാനിയം വൈറ്റാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന കളർ. ടൈറ്റാനിയം വൈറ്റ് ഉണ്ട്. പിന്നെ പ്രഷ്യൻ ബ്ലൂവിൻ്റെ തന്നെ അക്രിലിക്. അതേപോലെ തന്നെ സാപ്പ് ഗ്രീൻ ഉണ്ട്. സാപ്പ് ഗ്രീനും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കളർ സാപ്പ് ഗ്രീൻ ഉണ്ട്. പിന്നെ ബേൺ സിയന, ബ്രൗൺ എന്ന് പറഞ്ഞ നിറത്തിന് നമ്മൾ ബേൺ സിയനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ആൻഡ് വി ഹാവ് ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ലാസ്റ്റ് നമ്മൾ ലൈൻസൊക്കെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക്. പിന്നെ ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ ഇങ്കും കൂടി ചേർത്തിട്ട് നമുക്ക് ഔട്ടർ ലൈൻസ് വരയ്ക്കാം. ഞാനിപ്പോൾ ഏതായാലും ഡെമോ ആയതാണ് ഞാൻ ഇന്ത്യൻ ഇങ്ക് ചേർക്കാതെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിറങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതാ ബ്രഷസ് ഉണ്ട്. ഇവിടെ ഒരു 000 ബ്രഷ് ഉണ്ട്, ഒരെണ്ണം. ഒരു ലോങ് ഹെയർ 000 ബ്രഷ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു നമ്പർ 3 ഒരു ബ്രഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയ വർക്കിന് ഇതൊക്കെ മതി. ഒരു 6 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് പാലറ്റിന് പകരം ഞാൻ നോർമലി എപ്പോഴും അക്രിലിക് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഡിസൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഒരു ചെറിയ ആഭരണത്തിൻ്റെ ഡിസൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാൻ ആദ്യം യെല്ലോ, പെർമനൻറ്റ് യെല്ലോ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പെർമനൻറ്റ് യെല്ലോൻ്റെ ഒപ്പം കുറച്ച് ഓക്കറും കൂടി ചേർത്തിട്ട് ഞാനൊരു മിക്സ് ഉണ്ടാക്കുകയാണ്. ആ മിക്സ് ഞാൻ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, നല്ല വോളിയം വേണം, അതായത് നല്ല ഡെൻസിറ്റിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. ഫസ്റ്റ് കുറച്ച് ഓക്കർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഓക്കർ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല ഓക്കർ ചേർക്കുക എന്നുള്ളത്. ഞാൻ എന്നിട്ട് ഇതാ ബ്രഷ് ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഡിസൈനിൽ നമ്മൾ കളർ ചെയ്യണം. നോക്കിക്കോളൂ എങ്ങനെയാണ്. നിങ്ങൾക്ക് ട്രേസ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ എളുപ്പത്തിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പെൻസിൽ വെച്ച് വരച്ചു എന്നുള്ളത്. ക്യാൻവാസിൽ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ട്രേസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ വരയ്ക്കുന്ന ഒരു വർക്ക് നിങ്ങൾ വരച്ചത് കൃത്യമായതിന് ശേഷം ഒരു യെല്ലോ കാർബൺ വെച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് പകർത്തുന്നതാണ് ട്രേസിങ്. അല്ലാതെ മറ്റൊരാളുടെ വർക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതല്ല ട്രേസിംഗ് എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾ തന്നെ വരച്ച് പഠിക്കുക. എപ്പോഴും വരച്ച് ശരിയാവുന്നവരെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എപ്പോഴും. ആദ്യം നമ്മളിപ്പോൾ ഈ പെർമനൻറ്റ് യെല്ലോ കുറച്ച് യെല്ലോ പേപ്പറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോട്ട് ചെയ്യുകയാണ്. ഇതൊരു ആഭരണം, ഒരു വളയാണത്. നമുക്കിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ, ഒരു ആഭരണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോളൂ എങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വളയുടെ ഒരു ഔട്ടർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു ലെയർ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് യെല്ലോ തന്നെയാണ് ചെയ്യുന്നത്, അതും കൂടി നമുക്ക് ചെയ്യാം. അത് വളയുടെ അകത്തൊരു ചെറിയ ഒരു കട്ടിങ്ങോട് കൂടി ഒരു ഭാഗം വരും എപ്പോഴും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരുമിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ രണ്ടായിട്ട് ചെയ്തു എന്നുള്ളതുള്ളൂ. ഇതാ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഷെയ്ഡ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ഷെയ്ഡ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഈ യെല്ലോ തന്നെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന യെല്ലോ എടുത്തിട്ട് അതിലേക്ക് സ്വല്പം റെഡ് ആഡ് ചെയ്യണം, സ്വല്പം റെഡ്. അപ്പോൾ നമുക്കൊരു മിഡ് ടോൺ കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിഡ് ടോൺ കിട്ടും. ഇതാ നോക്കിക്കോളൂ. ഇത് അക്രലിക്കാണ് ചെയ്യുന്നത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വാട്ടർ കളറല്ല. പലരും പറഞ്ഞനുസരിച്ച് ഞാൻ അക്രലിക്കിലൊരു വർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മിഡ് ടോൺ കിട്ടി. ഇനി നമ്മളിത് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നതാണ്. അക്രലിക് കാരണം ഉണങ്ങാനായിട്ടൊരു, നമ്മൾ ഓയിലിനെയൊക്കെ സംബന്ധിച്ചിട്ട് അക്രലിക് പെട്ടെന്ന് ഉണങ്ങും. ഒരു ഹാഫ് ആൻ അവറിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അധികം സമയം വച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് തന്നെ അങ്ങോട്ട് പോവുക കൃത്യമായിട്ട്. ഈ ഷെയ്ഡിങ്ങിൽ നമ്മൾ ഡെപ്ത് എത്ര വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. എനിക്ക് എപ്പോഴും ഈ റെഡിഷ് കളർ അധികം വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. നല്ല റെഡ് വേണം എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അത് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ നമ്മളൊരു ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വളരെ ഡാർക്ക് കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യണം. നിങ്ങളിത് ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്യണത് കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. നമ്മളത് അതിൻ്റെ സൈഡിലുള്ള ഒരു സൈഡും കൂടി കുറച്ച് ലൈറ്റായിട്ട് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്ത കളറ് ഒന്നും കൂടി റെഡ് മാത്രമായിട്ട് നമ്മൾ എടുക്കണം. കുറച്ച് റെഡ് മാത്രം കുറച്ചെടുക്കുക. അതിന് ഞാൻ കുറച്ചും കൂടി 000 ബ്രഷിൻ്റെ ഒരു പോയിൻ്റ് ടൈപ്പുള്ളതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ആ ഒരു ഔട്ടർ ലൈൻസ് നമ്മൾ എക്സ്ട്രീം ഔട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മണിമാല ഡിസൈനെല്ലാം നമ്മൾ റെഡ് വെച്ചിട്ട്, മണിമാല നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരേപോലെ ചെയ്യുക. നിങ്ങൾ എപ്പോഴും സൈസുകൾ, ഇതിപ്പോൾ ഞാൻ ഇത് കണ്ടത് ഇത് കൊണ്ടുവന്നിട്ട് ഞാനിവിടെ കുറയ്ക്കുന്നുണ്ട് സൈസ് കുറച്ച് ഈ ബാക്ക് സൈഡിലേക്ക്. അതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതാ നമ്മൾ മണിമാലയുടെ ബാക്സ് ഔട്ടറെല്ലാം, ആ ആഭരണത്തിൻ്റെ ഔട്ടറെല്ലാം നമ്മൾ റെഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, ഞാനിത് ഷെയ്ഡിങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അല്ലാണ്ട് ആഭരണങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടില്ല. എപ്പോഴും ഷെയ്ഡിങ്ങിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അക്രിലിക്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലൈൻ ഉണ്ട്, അതും കൂടി നമുക്കൊരു റെഡിഷ് ആക്കണം. ഒരു ലൈൻ കൊടുക്കാം നമുക്ക് റെഡിൻ്റെ. ഇപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ഒരു റൗണ്ട് നമ്മൾ തീർന്നിരിക്കണം. അതായത് ആദ്യം നമ്മൾ യെല്ലോ, പെർമനൻറ്റ് യെല്ലോ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ഓക്കർ കൂടി മിക്സ് ചെയ്തു. ഓക്കർ മിക്സ് ചെയ്യാതെ വേണമെങ്കിൽ ചെയ്യാം. ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു വാഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു മിഡ് ടോൺ ഉണ്ടാക്കി. അതായത് ആ ഒരു മിക്സിലേക്ക് കുറച്ച് സ്കാർലറ്റിലേക്ക് കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു കളർ ഉണ്ടാക്കി. ആ കളർ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഔട്ടർ ലൈൻസ് കംപ്ലീറ്റ് നമ്മൾ റെഡ് വെച്ചിട്ട് ഒന്നും കൂടി എല്ലാ ഔട്ടേഴ്സും നമ്മളൊന്ന് തെളിച്ചു. ഇവിടെ ഒന്ന് തെളിയാണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് റെഡ് വെച്ചിട്ടൊന്ന് ക്ലിയർ ആക്കാം. ഇനി ഇതിൻ്റെ പുറത്തൊരു ലൈനും കൂടി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അതും കൂടി ചെയ്യാം. അതായത് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് റെഡ് വെച്ചിട്ട് ചെയ്യാനുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷെയ്ഡ് വേണം, കൂട്ടണം എന്ന് തോന്നണമെങ്കിൽ ഈ കളർ വെച്ചിട്ട് നമുക്ക് ഇത്തിരി ഷെയ്ഡൊക്കെ വേണമെങ്കിൽ കൂട്ടാം. ഈ സൈഡൊക്കെ വേണം എന്ന് തോന്നണമെങ്കിൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു മനസ്സിൻ്റെ തൃപ്തിയാണ് എത്ര ഷെയ്ഡ് വേണം എന്നൊക്കെ ഉള്ളത്. ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടായിരിക്കാം. നോക്കിക്കോളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ബ്ലാക്ക് ഇടുകയാണ്. അതിന് ഇതൊന്നും ആദ്യം ഉണങ്ങട്ടെ. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ബ്ലാക്ക് ഓൾറെഡി നമ്മളിവിടെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഞാൻ ബ്ലാക്ക് മാത്രം ഇട്ടെടുത്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്ത്യൻ ഇങ്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ചും കൂടി ഒരു ലൂസായിട്ട് കിട്ടും കളർ, നല്ല ഡെപ്ത് കിട്ടും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വളരെ ലൂസായിട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സുഖം കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതില്ലാണ്ടും ചെയ്യുന്നുണ്ട് ആളുകൾ.
എന്നിട്ട് ഇതാ നമ്മൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ഔട്ടർ കംപ്ലീറ്റ് ഇതാ. നമുക്കറിയാം നമ്മുടെ മ്യൂറലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബ്ലാക്ക് മഷി എഴുതുന്നത് ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. ഇത് നമ്മുടെ അകത്തെ ഒരു ലെയർ കൂടി നമ്മൾ ബ്ലാക്ക് കംപ്ലീറ്റ് ഇട്ട് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ചെറിയ ലെയർ കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ബ്ലാക്ക് ഇടാം. അതായപ്പോൾ നമ്മൾ ഒരു ചെറിയ ആവരണം ഒരു വളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കൂടുതൽ ഡെപ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ റെഡ് കൂട്ടാൻ വേണമെങ്കിൽ ഞാൻ വളരെ കുറച്ചൊരു ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനെപ്പോഴും അധികം റെഡിഷ് ആക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാൻവാസ് എടുത്ത് വരയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ട്രേസ് ചെയ്ത് ആദ്യം അത് ഇതിലേക്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ പെർമനൻറ്റ് യെല്ലോ ഓക്കർ ഈ രണ്ട് കളർ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെർമനൻറ്റ് യെല്ലോ വളരെ ബ്രൈറ്റായിട്ട് വേണമെന്നുള്ളവർ പെർമനൻറ്റ് യെല്ലോ മാത്രമായാലും മതി, ഒരു വാഷ് ചെയ്യുക ഫുള്ളായിട്ട്. വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പെർമനൻറ്റ് യെല്ലോയും ഈ അതിനൊപ്പം നമ്മൾ കുറച്ച് സ്കാർലറ്റ് ലേക്കും കൂടി ചേർത്തിട്ടുള്ള ഒരു കളർ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സൈഡിലെ കളർ കാണാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം നമ്മൾ റെഡ് മാത്രം എടുത്തിട്ട് കംപ്ലീറ്റ് ഔട്ട്ലൈൻസ് ഒന്നും കൂടി വരച്ചു. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലാക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഇട്ടിട്ട് തീർത്തിരിക്കണം. ഇതിപ്പോൾ ഒരു വളയാണ്, വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാവുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ ഞാൻ ചെയ്തതാണ്. ഇത് തീർച്ചയായിട്ടും ഇത് ആഭരണങ്ങളുടെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ കണക്കാക്കേണ്ട, ഒരുപാട് ആഭരണങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഷെയ്ഡിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് അക്രിലിക് വെച്ച് കളർ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന മിക്ക വീഡിയോകളിലും വാട്ടർ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാൻവാസിൽ ചെയ്ത് കാണിക്കാമോ എന്നുള്ള ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തരം ഒരു വീഡിയോ ഒന്ന് ചെയ്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ക്യാൻവാസിൽ ഒരു അക്രിലിക്കിലൊരു ചെറിയ വർക്ക് നമ്മൾ ചെയ്തു. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചോദിക്കുക. നിങ്ങളുടെ എന്ത് സംശയങ്ങളാണെങ്കിലും, നിങ്ങൾക്കിപ്പോൾ നിറങ്ങളെക്കുറിച്ചോ മ്യൂറലിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളാണെങ്കിലും ദയവായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നമസ്കാരം.